നമുക്ക് അർജുൻ മട്ടന്നൂരിൽ നിന്ന് നേരെ പോകാം. ബ്രോഡ്വേയിൽ നിന്ന് ചാല മാർക്കറ്റിലേക്ക്, തിരുവനന്തപുരത്തേക്ക്. ഭയത്തോടെയാണ് മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. 12 വർഷത്തിനിടെ ഉണ്ടായത് 15-ലധികം അപകടങ്ങളാണ്. ഗതാഗത കുരുക്കും ഇവിടെയും പ്രതിസന്ധിയാണ്. തീപിടുത്തം തടയാൻ സ്ഥാപിച്ച പൈപ്പുകളിലാണെങ്കിൽ വെള്ളവുമില്ല. പ്രതിദിനം ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ചാല മാർക്കറ്റിന്റെ അവസ്ഥയെന്ന് കാണും. അരുൺ സോളമൻ നമുക്കൊപ്പം തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിങ് അരുൺ സോളമൻ. എങ്ങാനും ഒന്ന് തീ പിടിച്ചാൽ ഓടിപ്പോവുക എന്നതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് ചാലക്കാർ ഒക്കെ, വ്യാപാരികളൊക്കെ തമാശയായി പറയുന്നത് മുൻ വർഷങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എത്രത്തോളം ആക്റ്റീവാണ്? പ്രത്യേകിച്ചും ഈ തീപിടുത്തം തടയാൻ വെച്ച പൈപ്പിലൊക്കെ വെള്ളമില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു നിരുത്തരവാദിത്വപരമായ സമീപനമാണത് അരുൺ? സുജയ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ചാല മാർക്കറ്റിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു, ഒരു അഗ്നി ബാധിച്ചു കഴിഞ്ഞാൽ, തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു ബദൽ മാർഗം, അടിയന്തരമായിട്ടൊരു പരിഹാരം വേണമെന്നുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആട് കടന്നെടുത്ത് പൂട പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇവിടെയായിരുന്നു അതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പ് സ്ഥാപിച്ചിരുന്നത്. ഇപ്പോൾ സ്മാർട്ട് റോഡിൻ്റെ പണി ആരംഭിച്ചപ്പോൾ ആ പൈപ്പ് പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ. നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം, പെട്ടെന്ന് തന്നെ വാഹന കുരുക്കുണ്ടാകുന്ന, ഗതാഗത കുരുക്കുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അടിക്കടിക്കായിട്ട് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തന്നെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാനായിട്ട് ഇവിടെ ഒരു ബദൽ മാർഗങ്ങളും ഇതുവരെയും സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരോ ഇതുവരെയും അതിനു വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വ്യാപാരികൾ പറയുന്നത്. നമുക്കൊപ്പം വ്യാപാരികൾ ചേരുന്നുണ്ട്. ചേട്ടാ, കഴിഞ്ഞ ഏറെക്കാലമായിട്ട് നിങ്ങൾ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, പക്ഷേ എന്താണ് ഇതിന് മറുപടി തന്നിട്ടുള്ളത്? കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ട് പറയുന്നത് ചാലയുടെ വികസനത്തെക്കുറിച്ച് പറയുന്നു. നാളിതുവരെയും വികസനം നടന്നിട്ടില്ല. ഇതുവരെ ഏകദേശം കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് 30ഓളം തീപിടുത്തമുണ്ടാവും, വലുതും ചെറുതുമായ തീപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പറയും ഫയർ ഓഡിറ്റ് എന്ന് പറയും. ഇപ്പോൾ തന്നെ സ്മാർട്ട് സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ എല്ലാ റോഡുകളും പണി നടക്കുന്നു. ഒരു പണികളും സമയബന്ധിതം പൂർത്തിയാക്കാൻ ഇതുവരെ സാധിച്ചില്ല. ചാല മെയിൻ റോഡ് ഞങ്ങൾ 25-30 വർഷക്കാലം കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വികസനം വരുന്നു. പി ശിവൻകുട്ടി ആദ്യം MLA ആയിരിക്കുമ്പോഴാണ് ചാലയ്ക്ക് ഒരു ഇത്തരത്തിൽ തീപിടുത്തം പോലുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്താമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വികസന കാര്യങ്ങളിലൊക്കെ ഒരു മുരടിപ്പായിരുന്നോ? അല്ല, അങ്ങനെയല്ല. ശിവൻകുട്ടി MLA ആയി വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു പുതിയ സ്മാർട്ട് ചാല സ്കീം കൊണ്ടുവന്നു, നടപ്പിലാക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ശിവകുമാർ MLA വന്നു. ശിവകുമാർ MLA ഇവിടെ ആദ്യം തീപിടുത്തം ഉണ്ടായിരുന്നു. അന്ന് അതേ ഞങ്ങൾ വ്യാപാരീസ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഒരു ഫയർ യൂണിറ്റ് ചാലയിൽ സ്ഥാപിക്കണമെന്ന്. ഫയർ യൂണിറ്റ് സ്ഥാപിക്കാനുള്ള ഫണ്ട് വരെ ബഡ്ജറ്റിൽ അലോട്ട് ചെയ്തു. ഇന്ന് വരെയായിട്ട് 15 വർഷക്കാലമായിട്ട് ഒരു ഫയർ യൂണിറ്റ് സ്ഥാപിക്കാനുള്ള നിലപാട് പോലും സ്വീകരിച്ചില്ല. സ്ഥലമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഇവിടെ തന്നെ പല സ്ഥലങ്ങളിലും ഫയർ ഹൈഡ്രന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തീപിടുത്തത്തിന് പോലും അതിന് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോൾ ഓപ്പൺ ചെയ്യാൻ ലോക്ക് പോലും ഇവിടെ ഇല്ല. അതിനകത്ത് വെള്ളമില്ല, ഏറാ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വാഹനത്തിന് പോലും കടന്നു വരാൻ പറ്റാത്ത വലിയൊരു സാഹചര്യം. ഫയർ ആൻഡ് സേഫ്റ്റി വാഹനത്തിന് വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് സേഫ്റ്റിയാണ് ആ മാർക്കറ്റിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് സർ? അതാണ് ചോദ്യം. തിരക്കേറിയ ഇടങ്ങളിൽ, അടുത്തടുത്ത് കടകൾ സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റുകളിൽ അവിടെയൊക്കെ കൃത്യമായ സുരക്ഷാ പരിശോധനകൾ സമയബന്ധിതമായി നടത്തേണ്ട ഉത്തരവാദിത്തം അധികൃതർക്കുണ്ട്. അതുണ്ടായില്ലെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അതിന് തടയിടേണ്ട ഉത്തരവാദിത്വവും അധികൃതർക്കുണ്ട്. അതുണ്ടാകുന്നില്ലെങ്കിൽ അത് ഉണ്ടാകുന്നതുവരെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഞങ്ങൾ ഉണ്ടാകും ഇവിടെ.